ഹായ് ഫ്രണ്ട്സ്, ടെക്സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഒരു 4 ചാനൽ ആംപ്ലിഫയർ ബോർഡാണ്. വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ആക്കിയിടുക. യൂണിവേഴ്സൽ ഓഡിയോസ് എന്നൊരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണിത്. TDA 7388 AC ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. TDA 7388 വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഓഡിയോ IC ആണ്. എസ്പെഷ്യലി കാർ ഓഡിയോ പർപ്പസിന് വേണ്ടിയാണ് ഈ ഒരു IC ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പാരാമീറ്റേഴ്സും ഫീച്ചേഴ്സും ഒക്കെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് ഈ ഒരു സിംഗിൾ ICയിൽ നിന്ന് തന്നെ നമുക്ക് 4 ചാനൽ ഔട്ട്പുട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ സർക്യൂട്ട് നിങ്ങൾക്ക് നോക്കിയറിയാം, വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ്. ഡേറ്റ ഷീറ്റിൽ തന്നെ കാണാം. ആകെ അതിൻ്റെ ഇൻപുട്ട് സെക്ഷനിലും ഔട്ട്പുട്ട് സെക്ഷനിലും കുറച്ച് കപ്പാസിറ്റേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. അപ്പം കമ്പോണൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും. ബോർഡിൻ്റെ സൈസും കുറഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയൊരു ബോർഡാണ്. നമുക്ക് ഈസി ആയിട്ട് ഒരു കാർ സ്റ്റീരിയോ ക്യാബിനറ്റിലേക്ക് ഇത് അസംബിൾ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കണക്ഷനൊക്കെ നോക്കുവാണെങ്കിൽ വർക്കിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ റെക്കമെൻഡഡ് വോൾട്ടേജ് 12 വോൾട്ടാണ്. 12 വോൾട്ട് DC പ്ലസ് മൈനസ് കറക്റ്റായിട്ട് തന്നെ ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 4 ഇൻപുട്ടും 4 ഔട്ട്പുട്ടുമാണ് വരുന്നത്. 4 ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ഇൻ 1, ഇൻ 2, ഇൻ 3, ഇൻ 4 4 പോയിൻറ്റുകൾ അവിടെ കാണിച്ചിട്ടുണ്ട്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി ഔട്ട് 1, ഔട്ട് 2, ഔട്ട് 3, ഔട്ട് 4 അതിനും 4 പോയിൻറ്റുകൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്രാൻഡ് നെയിം നമുക്ക് കാണാം. ഓക്കെ, വളരെ കുറച്ച് കമ്പോണൻസേ ഉള്ളൂ. ഈ ഒരു ICയുടെ ഔട്ട്പുട്ട് പവർ പറയുന്നത് 14 വോൾട്ട് DC കൊടുത്താൽ 4 ohmsൽ 25 വാട്ട്സാണ് RMS ഔട്ട്പുട്ടും. അതുപോലെ തന്നെ 4 ohmsൽ മാക്സിമം 41 വാട്ട്സ് 41 വാട്ട്സ് വരെ ഈ ഒരു ICക്ക് ഡെലിവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. 4 ചാനലിലും 41 വാട്ട്സ് മാക്സിമം ഡെലിവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ബോർഡിൻ്റെ ഇംപ്ലിമെൻറ്റേഷനൊക്കെ നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് എപ്പോക്സി ടൈപ്പ് PCBയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കമ്പോണൻസ് ഒക്കെ ആണെങ്കിലും തരക്കേടില്ലാത്ത കമ്പോണൻസ് ഇട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. IC ആണെങ്കിലും HD ബ്രാൻഡിൻ്റെ തന്നെ IC ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു കട്ടിയുള്ള ഹീറ്റ് സിങ്കും കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഹീറ്റ് സിങ്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും, കാരണം ഈ ഒരു IC നല്ല രീതിയിൽ ചൂടാവുന്നുണ്ട്. കണക്ഷൻസ് ബാക്കി കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്, എല്ലാം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ബോർഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിലേക്കുള്ള കണക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ തൽക്കാലം 2 ഇൻപുട്ടും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 ഔട്ട്പുട്ടുമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, 2 ഔട്ട്പുട്ട് എടുത്ത് ഈ കാണുന്ന 2 ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓഡിയോ ഇൻപുട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വർക്ക് ചെയ്യാൻ വേണ്ട 12 വോൾട്ട് DC തൽക്കാലം ഒരു അഡാപ്റ്ററിൽ നിന്നും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സോങ് പ്ലേ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പം എടുത്തു പറയേണ്ടത് ഈ ഒരു ICയുടെ ഓഡിയോ ക്ലാരിറ്റിയാണ്. ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. നോയ്സോ ഡിസ്റ്റോർഷനോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവുമില്ല. നല്ല ക്ലാരിറ്റിയുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം ഒരു 41 വാട്ട്സോളം ഓരോ ചാനലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. കാർ സ്പീക്കേഴ്സിനൊക്കെ കറക്റ്റ് മാച്ചിങ് ആണ്. കാർ സ്റ്റീരിയോ അസംബിൾ ചെയ്യാനുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ബോർഡാണ്. നിങ്ങളൊരു ബ്രാൻഡഡ് സ്റ്റീരിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ സോണിയോ അല്ലെങ്കിൽ പൈനിയറോ ഒക്കെ
എടുത്ത് നോക്കിയാലും ഈ ഒരു IC തന്നെ കാണാവുന്നതാണ്. ഫ്രണ്ട്സ്, ഈ ഒരു ബോർഡിൻ്റെ പ്രൈസ് വരുന്നത് 400 രൂപയിൽ താഴെയാണ്. കാരണം പ്ലേസ് അനുസരിച്ചിട്ട് പ്രൈസിന് ചെറിയ മാറ്റങ്ങളുണ്ടാവും. ഓൺലൈനിൽ നോക്കിയാൽ പ്രൈസ് വളരെ ഹൈ ആണ്. ഏകദേശം 700 രൂപ 900 രൂപ വരെയൊക്കെ ഈ ഒരു ബോർഡിൻ്റെ പ്രൈസ്, അല്ലെങ്കിൽ സെയിം IC വെച്ച് വരുന്ന ബോർഡിൻ്റെ പ്രൈസ് കാണിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, ഈ ഒരു ബോർഡ് ഞാൻ ജസ്റ്റ് ഈ ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം വാങ്ങിയതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഞാൻ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.